ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമൻ ബീയിങ്ങും ബെറ്റർ ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സംഭവിക്കുന്നത് ഇന്ത്യയിലോട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ നമ്മൾ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ സിനിമ കാണുകയും സ്നേഹിക്കുകയും സിനിമ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സമയത്ത് വർക്ക് ചെയ്യുന്നത്. അല്ല, ഡേവിഡ് വളരെ മോശപ്പെട്ടാണ്. അതുകൊണ്ടാണ് അയാൾ അദ്ദേഹത്തെ ആകർഷിക്കുന്നത്. അയാൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അയാളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അയാളുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ അയാളുടെ എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോധ്യമില്ലായ്മ. അങ്ങനെയുള്ള ബോധ്യമില്ലായ്മ ഉണ്ടായതിനു ശേഷം പുള്ളി ഒരിക്കലും അങ്ങനെ ഒരാളെ ആ വാക്ക് വെച്ചിട്ട് ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി വിളിക്കില്ല. അപ്പൊ ആ സീൻ കണ്ടാൽ മനസ്സിലാവും അങ്ങനെ ഉള്ള ഒരു ദുരുദ്ദേശത്തോടുകൂടിയിട്ടാണ് അയാൾ ആ സീൻ അത് വിളിക്കുന്നത് പോലും. അത് ഡേവിഡ് എന്ന് പറയുന്നതിനെ നമ്മൾ ഒരിക്കലും അയാൾ നല്ലൊരു ഭയങ്കര നല്ലൊരു എന്താ പറയാ, അതെ അതെ ആ ഒരു വാക്കിന്റെ വാക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെയാണ്. അതൊരു കാരണവശാലും ഒരു മോശം വാക്കുമല്ല. അങ്ങനത്തെ ഒരു റീകൺസിഡറേഷൻ നമുക്ക് എന്തായാലും ഇല്ല. അപ്പൊ അതിനകത്ത് വീണ്ടും പറയുന്നു, ആ ക്യാരക്ടർ അത്ര എല്ലാന്തെങ്കിലുമല്ല. അത് കാരണം അവൻ പല മോശം കാര്യങ്ങളും പറയും. അതിന്റെ നമ്മൾ തുറന്നു കാണിക്കുന്നു. പക്ഷെ അവസാനമാകുമ്പോഴത്തേക്കും അയാൾ എന്തെങ്കിലും ഒരു റിഡംഷൻ സംഭവിക്കുന്നുള്ളൂ. ഈ റൈറ്ററിനോടാണ് സിനിമ തുടങ്ങുമ്പോൾ അതിനൊരു ത്രില്ലർ സ്പേസ് ഉണ്ടല്ലോ. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഡേവിഡ് പടിക്കലിന്റെ പല പല പ്രശ്നങ്ങൾ, അത് എത്രത്തോളം ഗോൾസാവുന്ന അതിനൊരു സുഖം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് അതിനൊരു അയാളുടെ റിയലൈസേഷൻ, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് നോക്കുന്നു. അവിടേക്ക് ഇതൊരു ഫീൽ ഗുഡിലേക്കൊക്കെ മാറുന്നുണ്ട് ഈ സിനിമ. അപ്പം അതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനമൊക്കെ ആയിട്ട് ആളുകൾ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് തീർന്നു പറഞ്ഞില്ല, സെക്കൻഡ് ഹാഫ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറെ ജീവിത ദർശനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ട്രാക്ക് മാറ്റം കുറച്ചുകൂടി സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി പൾസേറ്റിംഗ് ആക്കായിരുന്നു, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തന്നെയായിരുന്നു ഇനീഷ്യൽ തോട്ട്സ്. നമ്മളിങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഇതൊരു ബേസിക്കലി ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ്. നമ്മള് ഇതുവരെ പറയാത്തൊരു സ്റ്റോറി പറയണം എന്നുള്ളൊരു തോട്ട് പ്രോസസ് എന്നാണ് നമ്മൾ ഈ സിനിമയുടെ ഐഡിയ വരുന്നത്. അപ്പം സ്ഥിരം പാറ്റേൺ പൊളിച്ച് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു തോന്നുന്നു. സിനിമ വീണ്ടും വീണ്ടും കാണാൻ ഒരു വൺ ടൈം വാച്ച് അല്ലാത്തൊരു മൂവി ആയിട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു മിക്സ്ഡ് റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് കൂടുതൽ ആൾക്കാർ തിയേറ്ററിലെത്തുമ്പോൾ, അതായത് നമ്മുടെ ബാക്കിയുള്ളതൊന്നും കേൾക്കാൻ നമ്മൾ തന്നെ തിയേറ്ററിലോട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലോട്ട് കിടക്കുന്ന ഈ മൂവിനെ പറ്റി ഡിസ്കഷൻ നടക്കും. അതുപോലെ ഇതുപോലത്തെ ചർച്ചകൾ നടക്കുന്നത് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ സിനിമയുടെ വിജയമായിട്ട് കരുതും. ഈ രഞ്ജിത്ത് സാറിന്റെ ക്യാരക്ടറിനെ നോക്കിയിട്ട് അത് ആക്ച്വലി ജീനാണ് ഫസ്റ്റ് പറഞ്ഞത്. ഒരു ഒറിജിനൽ സ്റ്റോറി പോലെ ഒരു സോങ്ങിൽ ആ സ്റ്റോറി പറയാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ സിനിമ കാണുമ്പോൾ സോങ് കാണുന്നതോടെ കണക്ട് ആവുന്നുണ്ട്. എന്താണ് പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ചെന്നുള്ളത് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതൊരു അൺയൂഷ്വൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഒന്നാണ് ഒറിജിനൽ സ്റ്റോറി എന്നുള്ളൊരു കൺസെപ്റ്റ്. തീർച്ചയായിട്ടും പലപ്പോഴും നടന്ന ഇൻസിഡൻസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോഴൊക്കെയോ നടന്നിട്ടുള്ള ആരൊക്കെയോ ഇൻസിഡൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, ഇങ്ങനെ ഒരു സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു കഥകളുണ്ട്, ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ്? ബേസിക്കലി എനിക്ക് പേഴ്സണൽ തോന്നിയാൽ നമ്മളിപ്പം സോഷ്യൽ മീഡിയയാണ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സിനിമയെ പറ്റി തന്നെ സംസാരം കാണുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർക്ക് നിർദ്ദേശം തോന്നാറുണ്ട്. സിനിമ മാത്രമല്ല ലോകം എന്ന് പറയുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ജോണർ മാത്രമാണ്. സിനിമയ്ക്കുള്ള സിനിമ പറഞ്ഞൊരു ജോണർ മാത്രമാണ്. നമ്മൾ ഒരുപാട് ജോണർ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇതൊരു പർട്ടിക്കുലർ ജോണറാണ്. അപ്പൊ ആ ജോണർ സിനിമയെ എൻജോയ് ചെയ്ത് അതൊരു റിപ്പീറ്റബിൾ വാല്യൂ, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ, ഒരു പിന്നെ പിന്നെ അവർക്ക് കാണാൻ ഒരു തരങ്ങളാകുന്ന രീതിയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ സിനിമ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സൊക്കെ നമുക്കൊന്ന് ലോകത്തിലൂടെ പറയണം എന്ന് തോന്നിയിട്ട് പുറത്ത് നമ്മളായിരിക്കും. നമ്മൾ ബേസിക്കലി സിനിമയ്ക്കുള്ള സിനിമ കാണുമ്പോൾ ഉദയനാണ് പറയുകയാണെങ്കിൽ അത് ലോകദാസ് സാറും അതുപോലെ കൊച്ചനിക്കോ സാറും അവരൊക്കെ നിന്നിട്ടാണ് പറയുന്നത്. ശരിക്കും പുള്ളി സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് വീഡിയോകളാണ് തോന്നുന്നത്. അവർ സിനിമയിലുള്ളവർ തന്നെ അത് ചെയ്യണം. വേറൊരു ആക്ടർ ചെയ്യുമ്പോൾ അത്ര മീനിയബിളാണ്. അപ്പം സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഉള്ള ആക്ടേഴ്സിനെ അവരായിട്ട് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്കും അതൊരു മീനിയബിലിറ്റി, അതുപോലെ അത് എൻജോയ് ചെയ്യാനുള്ള ഒരു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നടത്തിയൊരു കാസ്റ്റ് ചെയ്യണം. ഡേവിഡ് പടിക്കലിന്റെ ആരാധകനായിട്ടുള്ള ചന്തു ചെയ്ത റോള് നമുക്ക് ശരിക്കും അറിയാം. ഡേവിഡ് പടിക്കൽ എത്രത്തോളം
അദ്ദേഹം ഒരു മോശം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മാനവികത, ഉള്ളിലൊരു സ്നേഹം. ആ സിറ്റുവേഷൻ ഡീറ്റെയിൽ പറയുന്നില്ല. എന്നിരുന്നാലും അവിടെ ചോദിച്ചിട്ട് വേറെ ഉണ്ട്, ബാബുവിന്റെ അടുത്തേക്ക് എന്തിനു പോകുന്നു എന്നുള്ളത് ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ചന്ത വിളിക്കുന്നത്. അപ്പോ അവിടുന്ന് എത്രയും വേഗത്തിൽ അവിടെ എത്തി ആ ഒരു രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ചിന്തയാണ് അവിടെ. മറ്റു വേറെ ഒക്കെ വിട്ടിട്ട് ആ ഡേവിഡ് പടിക്കലിലേക്ക് ഒരു ശരിക്കും മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്തരത്തില് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മൊമെന്റില് ഇതുപോലൊരു ആരാധകൻ എനിക്ക് ഇപ്പൊ കണ്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ എന്തെങ്കിലും മൊമെന്റ് ഞാൻ പറയാനുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്തായാലും ഞാൻ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റില് അങ്ങനെ വെച്ച് പറയുമ്പോൾ അവരപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിന് ഇൻഡയറക്ട്ലി ഒരു പ്രധാന കാരണം ഇവനാണ്, ഇവരോടുള്ള സ്നേഹമാണ് എന്നുള്ള ഒരു മോറൽ ഒബ്ലിഗേഷനിലാണ് ഇവൻ പോകുന്നത്. അത് അതാണ് ആ ഒരു മൊറാലിറ്റി, ആ മോറൽ ഒബ്ലിഗേഷൻ ആ സമയമാകുമ്പോഴത്തേക്കും വന്നു എന്നുള്ളതാണ് ആ സിനിമ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനത്തെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഡയറിയിൽ പേടിച്ചു പോലും ഒരാൾ വെച്ച് അങ്ങനെ ഒന്നും ആർക്കും എനിക്ക് എന്തായാലും ഉണ്ടായിട്ടില്ല. കണ്ടിട്ടാണെങ്കിൽ നമുക്ക് കാലത്തെ കുറിച്ച് ഞാൻ ചാവുമ്പോ ചാവേണ്ടി വരുന്നോ? കാരണം അത് പ്രാക്ടിക്കൽ അല്ല, സിനിമയിൽ കാണിക്കുന്നവരുണ്ടോ വെറുതെ കുറിച്ച് ഞാൻ ആരാധകരാണെങ്കിൽ ചാവുമ്പോ ഇമോഷണൽ ജേർണി മോശമാണോ? അല്ല കണ്ടതാണോ? സിനിമ കണ്ടോ? അങ്ങനെ മോശമായിട്ട് തോന്നുന്നു. ഞാൻ ഈ സിനിമയുടെ ഇന്റർവ്യൂസിലൊക്കെ തുടക്കം മുതലേ പറയുന്നുണ്ട് ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പല തവണ പറഞ്ഞിട്ടുണ്ട് ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ ഹാസ്യത്തിന്റെ മേഖലയിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതല്ലേ ഈ സിനിമ. ഞങ്ങൾ പറഞ്ഞതിന്റെ കുഴപ്പമില്ല. ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞത് ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ കളറൊക്കെ ഇതിലുണ്ട്, അതിന്റെ ഒന്നും വളരെ സത്സന്ധമായിട്ടുള്ള ഇമോഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ ഒരാളാണ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നമ്മൾ അങ്ങനെ സിനിമയുടെ എന്താ പറയുക ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് ഒരു ശ്രമം ഉണ്ടായതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ അത് ഇമോഷണൽ ജേർണി മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ല. ഇപ്പൊ ഈ ശരിക്കും ഡേവിഡ് പടിക്കലിന് മൊത്തത്തിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. ഈ ഡേവിഡ് പടിക്കലിന്റെ കൂടെയുള്ളവരൊക്കെ ഭയങ്കര ബ്രാൻഡഡ് കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ കളർഫുൾ ആയിരിക്കും. ഈ കാറിന്റെ നമ്പർ 911 ആയിരിക്കും. സോ ഇതൊക്കെ ഈ ഐഡന്റിറ്റി പരിപാടി ഉണ്ടല്ലോ, അത് ശരിക്കും ആരുടെ ഈ ക്യാരക്ടറൈസേഷൻ ഫസ്റ്റ് തൊട്ട് ഉണ്ടായിരുന്നതാണ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഈ കോസ്റ്റ്യൂംസിൽ സുരേഷ് ഏട്ടനാണെങ്കിൽ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, എന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ബാലുവിന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ഇതെല്ലാം നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. സിനിമയുടെ ആദ്യം എന്റെ അടുത്ത് പറയുന്ന രൂപത്തിൽ കോസ്റ്റ്യൂംസിന്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ സുരേഷ് ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും ഡേവിഡിന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബാലുവിന്റെ ആണെങ്കിൽ ബാലു എല്ലാത്തിനും കൂടെ കൂടുകയും എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങളും മോശമാണെന്ന് അത് മുതലാളികളും പറയും എന്ന് പറയുന്നത് സൗകര്യയുടെ കാര്യങ്ങളുണ്ടായിരുന്നു. ആധുനിക മനുഷ്യരുടെ സാധാരണ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഇപ്പൊ ചന്ദുവിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും അതുപോലത്തെ ഒരു ഐഡന്റിറ്റി കാറിന്റെ നമ്പർ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ടോവിക്കൊക്കെ ഈ ആടുജീവിതമൊക്കെ പോലെ ഭയങ്കര ഒരു മാഗ്നാനസ് ആയിട്ടുള്ള വലിയൊരു സിനിമ വരികയാണ്. കുറെ വർഷങ്ങൾ ചെലവാക്കണം, ഒരുപാട് റിസർച്ച് ചെയ്യണം, അതിന് വേണ്ടി ശരീരങ്ങൾ മാറ്റങ്ങൾ വരുത്തണം. അതിനൊക്കെ പറ്റിയൊരു ടൈമാണോ അതോ അതോ വർഷത്തിൽ 2 സിനിമ അങ്ങനെ ആ പ്ലാനിലാണോ ഉള്ളത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനില്ല. സിനിമകൾ വരുന്നതനുസരിച്ചാണ് നമ്മൾ പ്ലാനുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യണ്ടേ, അത് ഉറപ്പായിട്ടും ചെയ്യും. ഇതില് എംഡിയുടെ മസിൽ എന്ന സിനിമ മുഖ്യ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് പുസ്തകം വായിക്കാൻ നിർബന്ധമുണ്ട്. ടോബി ബുക്ക് വായിക്കാറുണ്ട്. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനേക്കാളും ആളുകളുണ്ട്. സംസാരിക്കുന്ന സമയത്ത് പറയാൻ കിട്ടിയിട്ടില്ല. പുസ്തകം വായിക്കുന്നത് പക്ഷേ ഇമാജിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മള്
ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ ആരുടെയും മനസ്സിൽ അവർ കണ്ട വിഷ്വലാണ് നമ്മൾ അവർ എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ്. പക്ഷെ പുസ്തകം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു വിഷ്വല് നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആകുമായിരിക്കും ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഓരോരുത്തരുടെ പ്രോസസ്സ് ഓരോന്നായിരിക്കും. പക്ഷെ ഈ ഡേവിഡ് എന്നുള്ള കഥാപാത്രം അങ്ങനെ ബുക്ക് ആക്സിഡന്റലി കിട്ടുന്നതാണെങ്കിൽ അയാൾ വായിക്കുകയും അയാളൊരു സമയത്ത് അത് ഉപയോഗിക്കും. അതിലുള്ള ചില കാര്യങ്ങളെല്ലാം തിരിച്ചറിവുകളായിട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടിയാണ് വർക്ക് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ കൂടുതൽ ചൂസ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഈ ഇപ്പോഴത്തെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ. നമ്മള് ഇയാളെ ഹ്യൂമർ, അത്യാവശ്യം ഹ്യൂമർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ സത്യസന്ധനാണ്. ഇയാളുടെ ട്രൂ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഡേവിഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറായിട്ടാണ് ചൂസ് ചെയ്തത്. പറഞ്ഞല്ലോ മലയാളത്തിൽ നിന്ന് പോകേണ്ടത് ബാഹുബലി അല്ല KGF അല്ല എന്നൊക്കെ. അപ്പം മലയാളത്തിന്റെ ബാഹുബലി KGF അങ്ങനെ ടോവിനെ മൗണ്ട് ചെയ്യുന്ന സിനിമയാണോ അജയന്റെ രണ്ടാം വർഷം? അങ്ങനത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഒന്നിനെയും കരുതാറില്ല. എല്ലാ സിനിമയും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. സാധാരണ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതും ഞാൻ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് എഴുതിയ ഒരു പരീക്ഷ പേപ്പർ കിട്ടുന്ന പോലെ അത് വരുന്ന സമയത്ത് ഞാൻ ഇതേ എക്സൈറ്റ്മെന്റോട് തന്നെയായിരിക്കും വെയിറ്റ് ചെയ്തത്. ഞാൻ ആ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുകയും കുറച്ചും കൂടെ കൂടുതൽ ഫിസിക്കലി മെന്റലി ഒക്കെ എഫേർട്ട് വന്നുള്ള സിനിമയാണ്. അത് വളരെ ഭംഗിയായിട്ട് ഷേപ്പായിട്ട് വരുന്നത്. പക്ഷെ അവകാശവാദങ്ങളൊന്നുമില്ല. പടം നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് 3D ആണ്. അതിനകത്ത് കുറെ കഥയുണ്ട്. ഒരു 3 കാലഘട്ടത്തിന്റെ കഥയുണ്ട്. കുറെ നല്ല പെർഫോമൻസസ് ഉണ്ടായിരിക്കും, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ആക്ഷൻ രംഗങ്ങളുണ്ടായിരിക്കും, റൊമാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ടോട്ടാലിറ്റി പ്രേക്ഷകരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം സിനിമ വലിയ വിജയമാകും.